ഹലോ വ്യൂവേഴ്സ്, മെയ്ഡ് ഇൻ കൊച്ചിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എൻ്റെ സ്വാഗതം. ഇന്നത്തെ വീഡിയോൻ്റെ തംബ്നെയിൽ കണ്ട പോലെ തന്നെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ വീഡിയോൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിൽ ഞാൻ ആദ്യമായിട്ട് വന്നിരുന്ന സമയത്ത് എൻ്റെ സ്ട്രഗിൾസ് എന്തൊക്കെയായിരുന്നു, എൻ്റെ ഓസ്ട്രേലിയൻ ജേർണി എന്താണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോൻ്റെ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള 3 നമ്പേഴ്സാണ് എൻ്റെ ലൈഫിൽ മെയിനായിട്ടുള്ളത്. ഒന്നാമത്തെ നമ്പർ എന്ന് പറയുന്നത്, ഞാൻ ഓസ്ട്രേലിയയിൽ എൻ്റെ ആദ്യത്തെ സാലറി എന്ന് പറയുന്നത് $8 പെർ അവർ ആണ്, അല്ലെങ്കിൽ നാട്ടിലത്തെ 400 രൂപ. ഇവിടെ ഓസ്ട്രേലിയയിൽ നിൽക്കുന്നവർക്ക് നന്നായിട്ടറിയാം $8 എന്ന് പറയുന്നത് ഒന്നുമില്ല, ഇവിടെ സർവൈവ് ചെയ്യാൻ പോലും പറ്റില്ല ആ ഒരു സാലറി വെച്ചിട്ട്. രണ്ടാമത്തെ നമ്പർ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ലൈഫിലെ ബിഗ്ഗസ്റ്റ് ബ്രേക്ക് ത്രൂ ഉണ്ടാകുന്നത് 2021 എൻ്റെ ആദ്യത്തെ ഓസ്ട്രേലിയയിൽ പ്രൊഫഷണലായിട്ടുള്ള ഒരു ജോബ് കണ്ടെത്തുന്നത് 2021. മൂന്നാമത്തെ നമ്പർ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും എൻ്റെ വൈഫും കൂടെ ഇവിടെ ഓസ്ട്രേലിയയിൽ $7.25 ലക്ഷം ഒരു വീട് കരസ്ഥമാക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഈ $8 പെർ അവറിൽ നിന്ന് എങ്ങനെയാണ് 7,25,000 എത്തിയെന്നുള്ളതിൻ്റെ എൻ്റെ ഒരു ഓസ്ട്രേലിയൻ ജേണിയാണിത്. ബൈ നോ മീൻസ് ഞാൻ ഈ വീഡിയോ കൊണ്ട് പൊങ്ങച്ചം കാണിക്കാനോ അല്ലെങ്കിൽ ജാട ഇറക്കാനോ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ കൊണ്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ ഇവിടെ ഓസ്ട്രേലിയയിൽ വന്ന സമയത്ത് കുറേ മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ മിസ്റ്റേക്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോപ്പ്ഫുള്ളി എൻ്റെ ലൈഫ് സ്റ്റോറി കേട്ടതിന് ശേഷം നിങ്ങൾ ആ സെയിം മിസ്റ്റേക്സ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കട്ടെ. എൻ്റെ ഓസ്ട്രേലിയൻ ഡ്രീം എനിക്കെടുത്ത് ഓൾമോസ്റ്റ് 6.5 years ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ടൈം എടുക്കാണ്ടിരിക്കട്ടെ എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി കേട്ടതിന് ശേഷം. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലേക്ക് കടന്നു വരുന്നതെന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് ബിനിൽ വർഗീസ്. ഞാനിവിടെ ഓസ്ട്രേലിയയിൽ ഒരു പെർമനൻറ്റ് റെസിഡൻ്റ് ആണ്. ഇവിടെ ഓസ്ട്രേലിയയിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6 വർഷത്തിന് മുകളിലായി. ഓസ്ട്രേലിയയിൽ മൈഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ചാനലിൻ്റെ മെയിൻ പേർപ്പസ്. പിന്നെ ആദ്യമായിട്ട് ഓസ്ട്രേലിയയിൽ ജോബ് കണ്ടെത്തുന്നത് എങ്ങനെ, പിന്നെ ഓസ്ട്രേലിയയിലെ ജനറൽ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല് എങ്ങനെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയ്ഡ് ഇൻ കൊച്ചി ത്രൂ എൻ്റെ ചാനലിൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഓസ്ട്രേലിയൻ ഡ്രീം റിയാലിറ്റി ആക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആ നോട്ടിഫിക്കേഷൻ ബെല്ലും തീർച്ചയായിട്ടും ക്ലിക്ക് ചെയ്യുക. എൻ്റെ ഫ്യൂച്ചർ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ആദ്യമായിട്ട് ഓസ്ട്രേലിയയിൽ വന്നത് 2018 നവംബർ മാസത്തിലാണ്. ഞാൻ ഇവിടെ ഓസ്ട്രേലിയയിൽ ആദ്യമായിട്ട് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടുത്തെ ലാംഗ്വേജ് ആണ്. കാര്യമൊക്കെ ശരി തന്നെ. ഞാനിവിടെ ഓസ്ട്രേലിയയിൽ സ്റ്റുഡൻറ്റ് വിസയ്ക്കാണ് വന്നിരുന്നത്. സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വരുന്നതിന് മുമ്പ് ഞാനിവിടെ PT ഒക്കെ പഠിച്ച് ഓസ്ട്രേലിയൻ സ്ലാങ്ങിൻ്റെ ഇഷ്ടംപോലെ PT നമുക്ക് ഈ റീഡിങ് മെറ്റീരിയൽസും ലിസ്ണിങ് മെറ്റീരിയൽസും ഒക്കെ ഇഷ്ടംപോലെ കിട്ടും. പക്ഷേ അതൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആണ് നമ്മളിവിടെ ഓസ്ട്രേലിയയിൽ വരുമ്പോൾ ശരിക്കുള്ള ഓസ്ട്രേലിയയിലെ സ്ലാങ് മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്ന സമയത്ത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഇവിടുത്തെ ഒരു ഓസ്ട്രേലിയയിലെ പെട്രോൾ പമ്പിൽ കോഫി മേടിക്കാനായിട്ട് പോയി. അപ്പോൾ കോഫി മേടിക്കാൻ പോയ സമയത്ത് ചെക്കൗട്ടിൻ്റെ സമയത്ത് ഈ ഒരു ഓസി പറയുന്ന ഇംഗ്ലീഷ് എനിക്കോ എൻ്റെ കൂട്ടുകാരനോ മനസ്സിലായത് പോലുമില്ല. എൻ്റെ കൂട്ടുകാരനാണെങ്കിൽ എൻ്റെ അടുത്ത് നൈസായിട്ട് ചെവി വന്നിട്ട് ചോദിക്കുക, എന്തുവാ ഇവൻ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ആദ്യമായിട്ട് ഓസ്ട്രേലിയയിൽ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ചാലഞ്ചിങ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇവിടുത്തെ ലാംഗ്വേജ് അല്ലെങ്കിൽ ഇവിടുത്തെ സ്ലാങ് മനസ്സിലാക്കാനായിട്ട്. നമുക്ക് എല്ലാവർക്കും പൊതുവെ ഇംഗ്ലീഷ് മനസ്സിലാക്കുന്ന വ്യക്തികളായിരിക്കും, എസ്പെഷ്യലി കേരളത്തിൽ നിന്ന് വരുന്നവർ. കാരണം നമ്മുടെ ലിറ്ററസി റേറ്റ് ഒബ്വിയസ്ലി ഹൈ ആണ്. പക്ഷേ ഇവിടുത്തെ സ്ലാങ് എന്ന് പറയുന്നത് നോർമൽ ഇംഗ്ലീഷ് അല്ല, കുറച്ച് മുറിഞ്ഞ ഒരു ഇംഗ്ലീഷ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് മനസ്സിലാക്കി എടുക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി എൻ്റെ വൈഫ് ഇവിടെ വന്ന സമയത്തും പുള്ളിക്കാരിക്ക് കുറേ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി ഒന്നുകൂടെ പറയാമോ എന്ന് ചോദിക്കുക ചെയ്തത്. കാരണം ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു ഇവിടെ വന്ന സമയത്ത്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്ന മെയിൻ ചലഞ്ച്. രണ്ടാമത്തെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്, ഓൾമോസ്റ്റ് ഓസ്ട്രേലിയയിൽ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും വന്നിട്ടുള്ള ഒരു ചലഞ്ചാണ് ജോബ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇവിടെ ഓസ്ട്രേലിയയിൽ വരുന്ന സമയത്ത് ഒരു പ്രൊഫഷണൽ ജോബ് പോയിട്ട് ഒരു നോർമൽ ജോബ് കണ്ടുപിടിക്കാൻ തന്നെ ഭയങ്കര അധികം ബുദ്ധിമുട്ടാണ്. ഞാനിവിടെ ഓസ്ട്രേലിയയിൽ ആദ്യം വന്ന സമയത്ത് ഞാൻ
ഈ വീഡിയോൻ്റെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു മലയാളിയുടെ ഒരു ഗ്രോസറി സ്റ്റോറിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് $8 പെർ അവറാണ് എനിക്ക് കിട്ടിയിരുന്നത്. ഞാൻ ആ സമയത്ത് നാട്ടിൽ നിന്ന് വന്നപ്പോൾ നാട്ടിലത്തെ 400 രൂപ എനിക്ക് മണിക്കൂറിന് കിട്ടുകയാണ്. ഇതിലും വലുത് എന്തുണ്ട് എന്ന് ഞാൻ ആലോചിച്ച്. പക്ഷേ കുറച്ചാൾ ഇവിടെ താമസിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ $8 പെർ അവർ എന്ന് പറയുന്നത് മിനിമം വേജ് പോലും അല്ല. 2025 ഓസ്ട്രേലിയൻ ഗവൺമെൻറ് മിനിമം സാലറി എന്ന് പറയുന്നത് $24 പെർ അവറാണ്. അപ്പോൾ അതിൻ്റെ 1/3 എനിക്ക് ആദ്യത്തെ ജോലി എനിക്ക് കിട്ടിയിരുന്നത്. മലയാളിക്ക് ഇങ്ങനെ ഒരു മലയാളീനെ താങ്ങാൻ പറ്റുള്ളൂ അല്ലേ? ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പഠിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മലയാളികളുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരുടെ അടുത്ത് ഒരിക്കലും ജോലിക്ക് പോകരുത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ നാട്ടിൽ നിന്ന് വരുന്ന ഒരു മെൻറ്റാലിറ്റി ആയിരിക്കും അവർക്ക്. നമ്മളെ കൊണ്ട് മാക്സിമം പണി എടുപ്പിക്കുക എന്നുള്ള ഒറ്റ ഒരു ലക്ഷ്യം മാത്രമേ ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സാലറി. എപ്പോഴും മാർക്കറ്റ് സാലറീനെ വെച്ച് ഒരു 30% ലെസ് സാലറി ആയിരിക്കും നമുക്ക് അവർ ഓഫർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ഇതാണ്: നല്ല കമ്പനീസിൽ ജോയിൻ ചെയ്യുക ആദ്യം കയറുമ്പോൾ. പിന്നെ ആദ്യം തന്നെ പ്രൊഫഷണൽ ജോബ്സ് കിട്ടണമെന്നൊന്നുമില്ല. പക്ഷേ ഇന്ത്യക്കാരുടെ സ്ഥാപനത്തിൽ നിന്ന് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ജോലി ചെയ്ത് ശമ്പളം ഉണ്ടാക്കാൻ നിൽക്കരുത്. വളരെയധികം ചലഞ്ചിങ് ആയിരിക്കും നിങ്ങൾക്ക്. മൂന്നാമത്തെ ചലഞ്ച് എന്ന് പറയുന്നത് സാലറിയാണ്. ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഇതിനു മുന്നേ കവർ ചെയ്തതാണ്. പക്ഷേ എങ്കിൽ പോലും ഇതിനെപ്പറ്റി ഇൻഡെപ്ത് ആയിട്ട് എനിക്ക് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഒരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് ഇത് വെച്ചിരിക്കുന്നത്. നമ്മളിവിടെ ആദ്യമായിട്ട് സ്റ്റുഡൻറ്റ് വിസയിൽ അല്ലെങ്കിൽ ഒരു വർക്ക് വിസയിൽ വരുന്ന സമയത്ത് ഇഷ്ടം പോലെ ആൾക്കാർ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുണ്ടാവും ഇവിടെ ഓസ്ട്രേലിയയിൽ. നമ്മൾ സ്റ്റുഡൻസ് അഥവാ ഇമിഗ്രൻസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട്. എക്സ്പ്ലോയിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം നമ്മളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് നമുക്ക് തുച്ഛമായ സാലറി മാത്രമേ തരത്തുള്ളൂ. അതിന് പല എക്സാമ്പിൾസ് എൻ്റെ ലൈഫിൽ, എസ്പെഷ്യലി ഞാൻ ഓസ്ട്രേലിയയിലായിരുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഞാനിവിടെ വന്ന സമയത്ത് എന്തൊക്കെ ജോലിക്ക് പോയിട്ടുണ്ടെന്നറിയോ? ഞാനിവിടെ കിച്ചൺ ഹാൻഡ്, അതായത് നമ്മൾ പാത്രം കഴുകുന്ന പരിപാടിയില്ല, അതിന് പോയിട്ടുണ്ട്. ഷെഫിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. ഈ ന്യൂസ് പേപ്പർ ഫ്ലയർ, ഈ നമ്മുടെ ന്യൂസ് പേപ്പറിൽ ഓരോ ആഡ്സിൻ്റെ ഒരു പേപ്പർ കിട്ടില്ല, അതിനിവിടെ ഫ്ലയർ എന്നാണ് പറയുന്നത്. ആ ഫ്ലയറൊക്കെ വിതരണം ചെയ്യാനായിട്ടുള്ള ജോലിക്ക് പോയിട്ടുണ്ട്. ഒരു ദിവസം 18 കിലോമീറ്ററാണ് നടക്കുന്നത് ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് കേട്ടോ. ആ സമയത്ത് ഇവിടുത്തെ പൊരിഞ്ഞ വെയിലും കൊണ്ട് എന്താ പറയുക, ഞാൻ ഈ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രക്ക് ഡെലിവറി, വാൻ ഡെലിവറി, ഒരുമാതിരിപ്പെട്ട എല്ലാ ജോലിക്കും പോയിട്ടുണ്ട്. ക്ലീനിങ് ഒഴിച്ച് എനിക്ക് അഭിമാനത്തോടെ തന്നെ എനിക്ക് പറയാൻ പറ്റും, ഞാൻ ഒരുമാതിരിപ്പെട്ട എല്ലാ ജോലിയും ഞാനിവിടെ ഓസ്ട്രേലിയയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പെയിൻറ്റിങ് പണിക്ക് വരെ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ട് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. നോർമലി ഓസ്ട്രേലിയയിൽ ഒരു സ്റ്റാൻഡേർഡ് ബിസിനസ്സിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന അവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മണിക്കൂറായിരിക്കും. നമുക്ക് പെർ അവറാണ് ഇവിടെ സാലറി മിക്കപ്പോഴും കിട്ടാറ്. അല്ലെങ്കിൽ പ്രൊഫഷണൽ ജോബ്സിൽ നമുക്കൊരു പാക്കേജാണ് കിട്ടുന്നത്. സേ ഫോർ ഇൻസ്റ്റൻസ്, നാട്ടിൽ നിങ്ങൾ TCSലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരൊരു പാക്കേജാണ് ഓഫർ ചെയ്യുന്നത്, അല്ലാതെ പെർ മന്ത് സാലറി അല്ല ഓഫർ ചെയ്യുന്നത്. വർഷം ഒരു 3.5 ലക്ഷം 4 ലക്ഷത്തിൻ്റെ ഒരു ബേസ് സാലറി ആയിരിക്കും അവർ പാക്കേജായിട്ട് അവർ നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പോകുന്നത്. അതേ സെയിം സിനാരിയോ തന്നെയാണ് ഇവിടെ ഓസ്ട്രേലിയയിലും. പ്രൊഫഷണൽ ജോബ്സിന് പെർ ഇയർ നിങ്ങൾക്കൊരു പാക്കേജ് വരും. അല്ലെന്നുണ്ടെങ്കിൽ ഡെയിലി വേജ് അല്ലെങ്കിൽ അവർലി വേജസിൽ വർക്ക് ചെയ്യുന്ന ബ്ലൂ കോളർ എംപ്ലോയീസ് ഉണ്ട്. അപ്പോൾ ഒരു 3 വർഷത്തോളം അന്തസ്സോടെ എനിക്ക് പറയാൻ പറ്റും ഞാൻ ഒരു ബ്ലൂ കോളർ എംപ്ലോയി ആയിരുന്നു. ഇതിൻ്റെ ഒരു ഡൗൺ സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഷ്ടംപോലെ ആൾക്കാർ നമ്മളെ കൊണ്ട് ഈ 8 മണിക്കൂർ സ്റ്റാൻഡേർഡ് വർക്കിംഗ് അവേഴ്സ് അല്ലാണ്ട് 10-12 മണിക്കൂർ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കും. എന്നാലോ നമുക്ക് പെർ അവർ സാലറി അല്ല തരുന്നത്, നമുക്ക് പെർ ഡേ സാലറിയാണ് തരുന്നത്. ഇവർക്ക് നല്ലപോലെ ബോധ്യമുണ്ട് നമ്മൾ ഇന്ത്യക്കാർ പൊതുവെ കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്നവർ നമ്മൾ ഇമിഗ്രൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമുക്ക് ഒരാഴ്ചയിൽ ഇത്ര മണിക്കൂറേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവർ മാക്സിമം നമ്മളെ കൊണ്ട് മുതലെടുപ്പിക്കാനായിട്ടുള്ള എല്ലാ പരിശ്രമവും ഇവർ നടത്തും. അങ്ങനത്തെ ജോലികളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഇതിനെപ്പറ്റി മെൻഷൻ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ ഈ പത്രം വിതരണം ചെയ്യാനും ഫ്ലയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഒക്കെ പോയെന്ന്. ഞാൻ ആ ജോലിക്ക് പോയ സമയത്ത് എനിക്ക് സാലറി പോലും അവന്മാർ തന്നില്ലെന്നുള്ളതാണ്. ഞാൻ ആദ്യത്തെ ദിവസം പോയി, ഞാൻ ഏകദേശം 18.5 കിലോമീറ്റർ
18.5 കിലോമീറ്റർ നടക്കാനായിട്ട് എത്ര മണിക്കൂർ വേണമെന്നറിയോ? ഓൾമോസ്റ്റ് എൻ്റെ ഫുൾ ഡേ ഞാൻ വെയിലത്ത്, പൊരി വെയിലത്ത്, ആ സമയത്ത് എൻ്റെ വൈഫ് അല്ലെങ്കിൽ എൻ്റെ കാമുകിയായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ട് ഞാൻ എല്ലാ വീട്ടിലും ഇങ്ങനെ കയറി ഇറങ്ങി ആ പത്രത്തിൻ്റെ പരസ്യം ഇങ്ങനെ വിതരണം ചെയ്തു. എന്നിട്ട് 6-8 മണിക്കൂർ നടന്നതിന് ശേഷം 18 കിലോമീറ്റർ നടന്ന് ഞാൻ, എന്നിട്ട് ആ സാലറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ സായിപ്പിനെ വിളിച്ചു. അന്നപ്പോൾ ആ മഹത് വ്യക്തി, അങ്ങനെ തന്നെ വേണം അവനെ പറയാനായിട്ട്, അവൻ എൻ്റെ ഫോൺ പോലും എടുത്തില്ല, എന്നെ ബ്ലോക്ക് ചെയ്തു. എന്നിട്ട് എനിക്ക് തരാനുള്ള സാലറി അവൻ തന്നില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇച്ചിരി സങ്കടം ഉണ്ടായെന്നുള്ളത് ശരിയാണ്. പക്ഷേ എനിക്ക് ലൈഫിൽ കുറേ ലെസൺസും എനിക്ക് ലേൺ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ആയിരുന്നു ഇത്. ആ ഒരു ദിവസം മുതൽ ഞാൻ ആൾക്കാരെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന പരിപാടി ഞാൻ നിർത്തി. ഞാൻ വളരെയധികം സ്കെപ്റ്റിക്കലായിട്ട് ജോലിക്ക് പിന്നെ ഞാൻ ചേർന്നിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ഏതൊരു പുതിയ ജോലിക്ക് ചേരുന്ന സമയത്തും മെയിനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് മോഡ് ഓഫ് സാലറി എങ്ങനെയാണ്. നിങ്ങൾക്ക് വീക്ക്ലി ആണോ ഡെയിലി ആണോ സാലറി തരാൻ പോകുന്നത്, നിങ്ങളുടെ ആ ഒരു അവർലി റേറ്റ് ആണോ അല്ലെങ്കിൽ ഡെയിലി റേറ്റ് ആണോ, എങ്ങനെയാണ് നിങ്ങൾക്ക് സാലറി തരുന്നതെന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ബോധം ഉണ്ടായിട്ട് മാത്രമേ നിങ്ങൾ ജോലി സ്റ്റാർട്ട് ചെയ്യാൻ പോലും പാടുള്ളൂ. എഗ്രിമെൻ്റ് എല്ലാം നിങ്ങൾ നിങ്ങളുടെ എംപ്ലോയറായിട്ട് പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ജോബ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. 4ാമത്തെ ചലഞ്ച് എന്ന് പറയുന്നത്, ഇവിടെ ഓസ്ട്രേലിയയിൽ വരുന്ന സമയത്ത് ഫ്രണ്ട്സും ഫാമിലീനെയും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരല്പം ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നാട്ടിലത്തെ ഒരു അറ്റ്മോസ്ഫിയർ അല്ല ഇവിടെ ഓസ്ട്രേലിയയിൽ ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ ഓസ്ട്രേലിയയിൽ വരുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരെ, നിങ്ങൾക്ക് പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും. കുറേ പേരെ നിങ്ങൾക്ക് ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് നിങ്ങൾക്ക് വിളിക്കാനും പറ്റും. ഓസ്ട്രേലിയയിൽ പലവരും പല സമയത്താണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ചിലവർ ഡേ ഷിഫ്റ്റ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്, അതേസമയം ചിലവർ നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നമ്മുടെ നാട്ടിലെ ചായക്കടയിൽ കുശലമൊക്കെ പറഞ്ഞ് ഒരു പഴംപൊരിയും കഴിച്ച് ഒരു കാപ്പിയും കുടിച്ച് അങ്ങനത്തെ ഒരു ലൈഫൊന്നും ഇവിടെ നമുക്ക് ഒരിക്കലും കിട്ടില്ല. എസ്പെഷ്യലി കോളേജിൽ ഇഷ്ടം പോലെ ടൈം ഉണ്ടായിരുന്നു ഫ്രണ്ട്സിൻ്റെ ഒപ്പം സ്പെൻഡ് ചെയ്യാൻ. അത് ഒബ്വിയസ്ലി അത് നാട്ടിലാണെങ്കിലും അങ്ങനെ ഒന്നും ചിലവഴിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലി ആയിട്ടാണ് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും ഇച്ചിരി ചലഞ്ചിങ് ആണ്. കാരണം പലവരും പല ടൈമിലാണ് വർക്ക് ചെയ്യുന്നത്, പല ഷിഫ്റ്റിൽ. അപ്പോൾ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഒരു ട്രിപ്പ് പോകാമെന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. പിന്നെ മാസങ്ങൾക്ക് മുമ്പേ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാവൽ ഡേറ്റും എല്ലാം നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ലീവ് എടുക്കേണ്ടവർക്ക് ലീവ് എടുത്ത് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് മര്യാദയ്ക്ക് ട്രിപ്പ് പോകാൻ പറ്റും. പക്ഷേ ഒറ്റയടിക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കാണണമെന്നുള്ള ഒരു മൈൻഡ് വരിക എന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ കേസ് പറയാമെന്നുണ്ടെങ്കിൽ, എനിക്കിവിടെ ഓസ്ട്രേലിയയിൽ യാതൊരു ഫാമിലിയും ഇല്ല. എനിക്ക് സീറോ എന്ന് പറഞ്ഞാൽ സീറോ ഫാമിലിയാണ് ഓസ്ട്രേലിയയിൽ. അതിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ എനിക്കിവിടെ ഓസ്ട്രേലിയയിൽ. എൻ്റെ ഫാമിലി എന്നും പറയാനായിട്ട്. എൻ്റെ ബ്രദർ എന്ന് പറയുന്നത് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ സിസ്റ്റർ എൻ്റെ വീട്ടുകാരോടൊപ്പം നാട്ടിൽ എറണാകുളത്താണ് താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫാമിലി എന്ന് പറയാനായിട്ട് ഇവിടെ ഓസ്ട്രേലിയയിൽ ആരുമില്ല. നിങ്ങൾ ആദ്യമായിട്ട് ഇവിടെ ഓസ്ട്രേലിയയിൽ വരുന്ന സമയത്ത് ഒബ്വിയസ്ലി നിങ്ങളുടെ ഫ്രണ്ട്സും അല്ലെങ്കിൽ റിലേറ്റീവ്സും ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് വളരെയധികം കുറവാണ്. ഇപ്പം നിങ്ങളുടെ റിലേറ്റീവ്സ് വല്ല ഓസ്ട്രേലിയയിൽ ഉണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ്. അവരായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുക. അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ മാക്സിമം സോക്കിൻ ചെയ്യുക. എന്തൊക്കെയാണോ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഓസ്ട്രേലിയനെ പറ്റി പറയാനുള്ളത് മാക്സിമം 2 ചെവിയും തുറന്ന് കേൾക്കുക. കാരണം കുറേ കാര്യങ്ങൾ നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഓസ്ട്രേലിയയിൽ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കി പഠിച്ചു വരുമ്പോഴേക്കും അത് കുറേ സമയം എടുക്കും. അപ്പം നിങ്ങളുടെ ആ ഒരു റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇവിടെ ഓസ്ട്രേലിയയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അവരുടെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നത് വളരെയധികം നല്ലതായി. 5ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ പിന്നെയും ജോബ് സീക്കിങ്ങിൻ്റെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ മെയിൻ ചാലഞ്ച് എന്ന് പറയുന്നത് ജോബ് ഇവിടെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എസ്പെഷ്യലി ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ജോബ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ചെയ്തിരുന്നത് എനിക്കൊരു പ്രൊഫഷണൽ ജോബ് കണ്ടുപിടിക്കാൻ എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ ടോപ്പിക്ക്.
ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക്കാണ് ഗൈസ്. അപ്പം നിങ്ങൾ ഈ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരു ബുക്കും ഒരു പേനയും ഉണ്ടാവണം. എന്നിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ പോയിന്റ് വൈസ് ആയിട്ടൊന്ന് നോട്ട് ചെയ്യണം. കാരണം ഇക്കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഓസ്ട്രേലിയയിൽ വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അച്ചീവ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ജോബ് ഹണ്ടിൻ്റെ ജേർണി വളരെയധികം ഈസി ആയിരിക്കും. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ജോബിൽ ഹണ്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് സ്കില്ലാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്, അല്ലേ നിങ്ങളിപ്പോൾ കറൻ്റ്ലി ജോലി ചെയ്യുന്നതെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യുക. എൻ്റെ ഒരു ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ, ഞാൻ നാട്ടിൽ മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചിരുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബാണ് എനിക്ക് നോക്കാൻ പറ്റുന്നതെന്നുള്ളത് ആദ്യം ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു. അതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങളും ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലിങ്ക്ഡിൻ്റെ പ്രൊഫൈലാണ്. എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തേക്കുന്നത് ലിങ്ക്ഡിൻ്റെ പ്രൊഫൈലാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിക്രൂട്ടേഴ്സ് അഥവാ എംപ്ലോയേഴ്സിന് നിങ്ങളുടെ ലിങ്ക്ഡിൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഉടനെ ഒരു ടൈം ലൈൻ കാണിക്കും. ഏത് വർഷം തൊട്ടാണ് നിങ്ങളുടെ പ്രൊഫഷണൽ കരിയർ സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഏത് വർഷമാണ് നിങ്ങളുടെ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തത്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഉള്ള ഒരു ക്വിക്ക് സ്നാപ്ഷോട്ട് ഈ ഒരു ലിങ്ക്ഡിൻ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ലിങ്ക്ഡിൻ്റെ പ്രൊഫൈല് ജനറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഒതൻറ്റിക് ആണെന്നാണ് റിക്രൂട്ടറിൻ്റെ അടുത്ത് നിങ്ങൾ വ്യക്തമായിട്ട് പൊർട്രേ ചെയ്യാൻ പോകുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കൺസിസ്റ്റൻസിയാണ്. ഏതൊരു ജോലിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഡെയിലി ഒരു 50 to 100 ജോബ്സ് നിങ്ങൾ അപ്ലൈ ചെയ്യണം. അതാണ് മെയിൻ സംഭവം. എൻ്റെ മിക്ക ഫ്രണ്ട്സും എനിക്ക് പരിചയമുള്ള പിള്ളേരും ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ഒരു 1-2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ജോബ് അപ്ലൈ ചെയ്യും. എന്നിട്ട് ഒരു കമ്പനിയും റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് കാണുന്ന സമയത്ത് ഇതങ്ങ് ഡ്രോപ്പ് ചെയ്യും. പക്ഷേ ഇതല്ല മെയിനായിട്ട് ഇവിടെ ചെയ്യേണ്ടത്. ജോബ് ഹണ്ടിങ് എന്ന് പറയുമ്പോൾ ഇവിടെ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഓൾമോസ്റ്റ് ഒരു 3 months ആണ് ഒരു ആവറേജ് ഓസ്ട്രേലിയൻ റെസിഡൻറ്റിന് എടുക്കുന്ന ടൈം ഒരു പുതിയ ജോലി കണ്ടെത്താനായിട്ട്. അപ്പോൾ 3 months ആണ് നിങ്ങളുടെ ആദ്യത്തെ ജോലി കിട്ടേണ്ടതെന്നുള്ള ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോള് നിങ്ങൾ സെറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും ജോലിക്ക് അപ്ലൈ ചെയ്ത് ലാസ്റ്റ് നിങ്ങളുടെ ഡ്രീം ജോബ് നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഓസ്ട്രേലിയൻ അമ്മാവന്മാരുടെ അടുത്തുനിന്ന് മാറി വയ്ക്കുക. അല്ലെങ്കിൽ അവർ പറയുന്നത് ഒരു ചെവിയിൽ കേട്ടിട്ട് മറു ചെവിയിൽ അപ്പം തന്നെ അങ്ങ് പുറത്തേക്ക് കളയുക. അപ്പോൾ ഞാൻ ഓസ്ട്രേലിയൻ അമ്മാവന്മാരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 10-20 വർഷമായിട്ട് ഓസ്ട്രേലിയയിൽ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഞാൻ പരിചയപ്പെട്ടേക്കുന്നത്. പക്ഷേ ഞാൻ അവരൊന്നും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവരെയും പോലെ തന്നെ ഇവർ ഈ ഓസ്ട്രേലിയ അമ്മാവന്മാർ മെയിനായിട്ട് പറയുന്നത്, നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് PR ഇല്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടില്ല മക്കളെ എന്നാണ് പറയുന്നത്. അല്ലെ PR ഉണ്ടോ എന്ന് അവർ ചോദിക്കുമെന്നാണ് പറയുന്നത്. ഇത് ഒരു പരിധി വരെ ശരിയാണെങ്കിലും ഇത് എൻറ്റയർലി ട്രൂ ആയിട്ടുള്ള ഒരു സംഭവമല്ല. നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എംപ്ലോയർ ആകെപ്പാടെ അന്വേഷിക്കുന്ന ഒറ്റ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഈ ജോലിക്ക് റെലവൻ്റ് ആയിട്ടുള്ള സ്കില്ല് നമുക്കുണ്ടോ, അതാണ് ആദ്യം ചെക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ജോബ് എത്രമാത്രം അർജൻറ്റായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ കറൻ്റ്ലി ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു ജോലി രാജിവെച്ചിട്ട് ഈ കമ്പനി ജോയിൻ ചെയ്യുമ്പോഴേക്കും കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ എത്രമാത്രം അർജൻറ്റായിട്ട് നിങ്ങൾക്ക് ആ ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവർ നോക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ റെസ്യൂമെയാണ്. എത്രമാത്രം സ്കില്ലുണ്ടായിട്ടും യാതൊരു കാര്യമില്ല മക്കളെ, നിങ്ങളുടെ റെസ്യൂമേ കൊള്ളത്തില്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നിങ്ങളെ റിജക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഏതൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തും നിങ്ങളുടെ റെസ്യൂമെയാണ് നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ. ഓക്കെ, നിങ്ങൾ ഒരു മാട്രിമോണിയിൽ പ്രൊഫൈൽ ഉണ്ടാക്കുമ്പോൾ പെൺവീട്ടുകാർ ആദ്യമായിട്ട് നിങ്ങളുടെ പ്രൊഫൈലല്ലേ കാണുന്നത്. അപ്പോൾ അതാണ് നിങ്ങളുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ. അവിടെ പോയെന്നുണ്ടെങ്കിൽ ആ പെൺവീട്ടുകാർ അപ്പം തന്നെ റിജക്റ്റ് അടിച്ചു വിടും. അല്ലാണ്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനോ നിങ്ങളെ വിളിക്കാനോ ഒന്നും നിൽക്കത്തില്ല. ഇപ്പം എൻ്റെ ഒരു കേസ് പറയാന്നുണ്ടെങ്കിൽ, ഞാൻ
ലവ് മാരേജ് ആണ് ഇത്. അപ്പോൾ എനിക്ക് മാട്രിമോണിയുടെ പ്രൊഫൈലൊന്നും ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ഞാൻ മാട്രിമോണിയുടെ ഒരു പ്രോസസ്സ് ഞാൻ അസ്യൂം ചെയ്യണം. കല്യാണാലോചന പോലെ തന്നെ വളരെയധികം സിമിലർ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ ജോലി കണ്ടെത്തുക എന്നുള്ളത്. ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസ്യൂമേ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ പോയി. അപ്പോൾ ATS കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആപ്ലിക്കൻറ്റ് ട്രാക്കിംഗ് സിസ്റ്റം. ഈ ഒരു ATS സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു ജോലിക്ക് ഫോർ ഇൻസ്റ്റൻസ് 1000 പേരായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു ATSൻ്റെ സോഫ്റ്റ്വെയർ ആയിരിക്കും ഫിൽട്ടർ ചെയ്യുന്നത്. ഈ 1000 ആപ്ലിക്കൻസിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള സ്കില്ല് എന്തൊക്കെയാണെന്നുള്ളത് ഈ ഒരു ATS ഫിൽട്ടർ ഉണ്ടാവും. ആ ഫിൽട്ടർ ത്രൂ നിങ്ങളുടെ റെസ്യൂമേയിൽ സ്കില്ല് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഫിൽറ്ററിൻ്റെ അടുത്ത ഫേസിലേക്ക് കടക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമേ ഉണ്ടാവേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനു മുമ്പ് നിങ്ങൾ റെസ്യൂമേ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കറണ്ട് റെസ്യൂമേ ATS ഫ്രണ്ട്ലി അല്ലെന്നുണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ മൈക്രോസോഫ്റ്റിൻ്റെ ഫ്രീ ആയിട്ടുള്ള ഒരു ATS റെസ്യൂമേയുടെ ടെംപ്ലേറ്റ് ഉണ്ട്. ഈ വീഡിയോൻ്റെ താഴെ റെസ്യൂമേ എന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്കത് ഡയറക്റ്റായിട്ട് മെസ്സേജ് അയച്ചു തരാം. അപ്പോൾ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസ്യൂമേ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ബാക്കിയുള്ള കോമ്പറ്റീഷനുമായിട്ട് ഒരു 60 to 70% നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് നിങ്ങൾക്ക് ജോലി കണ്ടെത്താനായിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോൻ്റെ ഫൈനൽ ഫേസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ 2021 ഞാൻ അങ്ങനത്തെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴാണ് എൻ്റെ ആദ്യത്തെ പ്രൊഫഷണൽ ജോബ്. ഞാനൊരു പ്രോസസ് എഞ്ചിനീയറായിട്ട് ഒരു വേൾഡ് റിനൗണ്ട് ലോജിസ്റ്റിക്സ് കമ്പനിയിൽ, വേൾഡിൽ തന്നെ 110 കൺട്രീസിൽ ഓപ്പറേഷണൽ ആയിട്ടുള്ള ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയിൽ എനിക്ക് പ്രോസസ് എഞ്ചിനീയറായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റി. അതെനിക്കൊരു ഹ്യൂജ് അക്കോംപ്ലിഷ്മെൻ്റ് ആയിരുന്നു. ഞാനിവിടെ ഓസ്ട്രേലിയയിൽ വന്നപ്പോൾ ഞാൻ 2-2.5 വർഷത്തോളം ഡെലിവറി ഡ്രൈവറായിട്ടാണ് വർക്ക് ചെയ്തത്. അവിടുന്ന് ഒന്ന് നേരെ ഒരു പ്രൊഫഷണൽ ജോബിലേക്ക് എത്തുക എന്ന് പറയുന്നത് എനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. പക്ഷേ എനിക്ക് ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റിയിരുന്നത് ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കിയപ്പോഴാണ്. ലാസ്റ്റായിട്ട് ഇപ്പോൾ കറൻ്റ്ലി, അതായത് 2025 ഞാനും എൻ്റെ വൈഫും കൂടെ $7.25 ലക്ഷം ഒരു വീടിന് ഡെപ്പോസിറ്റ് കൊടുത്തിട്ടിരിക്കുകയാണ്. അതിൻ്റെ സെറ്റിൽമെൻറ്റ് വളരെയധികം പെട്ടെന്ന് നടക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സും തീർച്ചയായിട്ടും എൻ്റെ ചാനലിൽ വരും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഓസ്ട്രേലിയയിൽ ഞാൻ ആദ്യമായിട്ട് വന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ സ്ട്രഗിൾസ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പതിവ് പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ കണ്ടുപിട്ടട്ടെ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഗുഡ് ബൈ.